ഹലോ, നമസ്കാരം. വെൽക്കം ടു ദുബായ് വെറ്റ് ടോക്സ്. സാധാരണ നിങ്ങൾ നിങ്ങളുടെ പെറ്റിനെയും കൊണ്ട് ഒരു വെറ്റിനറിയന്റെ അടുത്ത് പോയി കഴിയുമ്പോൾ എന്ത് കംപ്ലൈന്റ് ആയിക്കോട്ടെ, ജസ്റ്റ് വാക്സിനേഷൻ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഡയറിയോ വൊമിറ്റിങ്ങോ എന്ത് പ്രശ്നം ആയിക്കോട്ടെ, ഡോക്ടർ ആദ്യം എടുക്കുന്ന രണ്ട് ടൂൾസ് ആയിരിക്കും. ഒന്ന് ഇത്, അടുത്തത് ഇത്. ഇതെല്ലാവർക്കും കുറച്ച് പ്രശ്നമുള്ള സാധനമാണ് അല്ലേ? കാരണം പെറ്റ്സിന്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നത് റെക്ടൽ ടെമ്പറേച്ചർ ആണ്. അത് ആലോചിക്കുമ്പോ തന്നെ കഷ്ടമാണ് അല്ലെ? നമ്മളൊന്ന് വിചാരിച്ച് നോക്ക്, നമ്മുടെ ബാക്കിലേക്ക് ആണ് ഇതിങ്ങനെ കുത്തിക്കയറ്റി ഓരോ തവണയും ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുമ്പോൾ, ഓരോ തവണ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ വഴിക്കേ പോവില്ലായിരിക്കും. അപ്പൊ അതിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഇപ്പൊ ഇതാണ് നമ്മുടെ ചുട്ടുമണി. ഓക്കെ, നമ്മള് ഇതിന്റെ ടെമ്പറേച്ചർ ഇങ്ങനെ ഡയറക്ട്ലി ഒരു തെർമോമീറ്റർ എടുത്ത് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതാണോ നിങ്ങൾ കണ്ടിട്ടുള്ളത്? ആണെങ്കിൽ ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾ വീട്ടിലാണ് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നതെങ്കിലും പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. അങ്ങനെ ടെമ്പറേച്ചർ ഇങ്ങനെ ഡയറക്ട്ലി ഒരു തെർമോമീറ്റർ എടുത്ത് ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് എടുക്കുമ്പോൾ ചില സമയത്ത് നിങ്ങൾ കാണും ഇതിൽ ബ്ലഡ് പറ്റിയിരിക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ അനിമൽ കിടന്ന് നിങ്ങൾ പൊളയുന്നുണ്ടാവും. അതിനൊരു ഡിസ്കംഫർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ ഇത് നല്ലോണം അകത്തേക്ക് കയറ്റണം, ഇത്രയെങ്കിലും കയറ്റണം, എന്നാലേ കറക്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ കിട്ടുള്ളൂ. അപ്പം അതങ്ങനെ അത്രയും അകത്തേക്ക് ഇരിക്കുമ്പോൾ തന്നെ അതിന് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല. സ്റ്റഡീസ് പ്രകാരം റെക്ടൽ ടെമ്പറേച്ചർ ആണ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ. അപ്പൊ നിങ്ങളൊരു വാക്സിനേഷന് പോവാണെങ്കിൽ പോലും ഇത് ചെക്ക് ചെയ്യാതെ അനിമല് ഓക്കെ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്കമിങ് ഡിസീസ് അതിന് വരുന്നുണ്ടോ, വാക്സിനേഷൻ ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാതെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചെക്ക് ചെയ്യുന്നതിന് മുന്നേ പ്ലീസ് ലൂബ്രിക്കേറ്റ് ആൻഡ് ഓൾസോ അപ്ലൈ തെർമോമീറ്റർ കവർ. സോ നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വെറ്റിനറിയൻ ഇങ്ങനെയല്ല ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു റെക്കമെൻഡ്. അതേപോലെ പെറ്റ് ഓണേഴ്സ് വീട്ടിൽ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യൂ. ആദ്യം ഇതിന്റെ ടെമ്പറേച്ചർ കവർ അപ്ലൈ ചെയ്യണം. ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ആണ് കേട്ടോ. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സിംഗിൾ തെർമോമീറ്റർ ആയിരിക്കും നമ്മൾ എല്ലാ അനിമൽസിനും യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ? അപ്പം ഓരോ തവണ ഓരോ അനിമൽസിനും ഓരോ ഡിസീസ് ആയിരിക്കും, നമുക്ക് അറിയത്തില്ല വരുന്ന സമയത്ത്. അപ്പം ഇത് ഡിസ്പോസിബിൾ ആ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ ഡിസ്പോസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഇടേണ്ടത് തെർമോമീറ്റർ കവർ. അതിനുശേഷം പ്ലീസ് ഡു ലൂബ്രിക്കേറ്റ്. ഇത് സാധാരണ ഒരു അൾട്രാസൗണ്ട് ജെല്ലാട്ടോ. ഏതായിട്ടുള്ള ഒരു ക്ലിനിക് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഇത് എന്തായാലും ഉണ്ടാവും. ഇത് നമ്മുടെ അൾട്രാസൗണ്ട് ഒക്കെ ചെയ്യത്തില്ല, അപ്പൊ ഒരു ജെൽ അപ്ലൈ ഇല്ലേ, സെയിം ജെല്ലാണ് ഇത്. കളർലെസ് ആയിട്ടുള്ളതും അവൈലബിൾ ആണ്. അപ്പൊ അത് നന്നായിട്ട് ഇതിന്റെ ടിപ്പിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ബാക്കിൽ എന്തായാലും തെർമോമീറ്റർ കയറ്റാതെ പറ്റില്ല. അപ്പോൾ ബാക്കിൽ കുറച്ച് അനസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അനിമൽ അത് ഉള്ളിലേക്ക് പോകുന്നത് അറിയില്ല, കാരണം നല്ലോണം ലൂബ്രിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് മെല്ലെ വളരെ നല്ല എന്താ പറയുക സ്ലൈഡ് ആയിട്ട് അകത്തേക്ക് പോവുകയും ചെയ്യും. നമ്മൾ ഈ ബലം പിടിക്കേണ്ട കാര്യമില്ല. ഇത് നഴ്സസിനും വെറ്റ് ടെക്നീഷ്യൻസിനും എല്ലാം അപ്ലിക്കബിൾ ആണ് കേട്ടോ. നാട്ടിൽ ഇത് ചെയ്ത് ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ എല്ലാ ക്ലിനിക്സിലും എനിക്ക് തോന്നുന്നു ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ പ്ലീസ് ഡു ദിസ്. അതല്ലെങ്കിൽ അനിമൽസിന് ഒരുപാട് ഡിസ്കംഫർട്ട് ആണ്. പ്ലീസ് ലൂബ്രിക്കേറ്റ് ദ തെർമോമീറ്റേഴ്സ് ബിഫോർ യൂസിങ്. ഓക്കെ, ഇതൊരു ടിപ്പാണ്. അതേപോലെ തന്നെ ഒരു എഡ്യൂക്കേറ്റീവ് വീഡിയോ കൂടെ ആയിട്ട് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു.